കണ്ണൂർ മോകേരി വള്ളിയായിൽ തെയ്യത്തിന് ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കൂട്ടത്തല്ലിൽ തെയ്യത്തിനെയും പിടിച്ചു തള്ളി മദ്യപിച്ചെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി സുമേഷ് മോറാഴ് ചേരുന്നു. സുമേഷ്, എന്താണ് സംഭവിച്ചത്? ടോം, ഭക്തജനങ്ങൾ ഏറെ ഭീതിയോടെ, അതായത് നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കണ്ണൂരായിക്കോട്ടെ കാസർഗോഡായിക്കോട്ടെ ക്ഷേത്രങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള രംഗങ്ങൾ കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കും. അതായത് ഭക്തജനങ്ങൾ ഏറെ ഈ ഭക്തിയോടെ പരിപാലിച്ചു പോരുന്ന ഇത്തരം ആരാധനാലയങ്ങളെ ഈ പകപോക്കലിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും ഇടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ള വളരെ ഖേദകരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അത്ര സമാനമായ ഒരു സംഭവമാണ് ഇന്നലെ കണ്ണൂരും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ കൂത്തുപറമ്പ് മൊകേരിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഈ കൂടത്തിൽ മടപ്പുര എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ കൂടുതൽ ആളുകൾ, അത് വലിയ ആൾക്കൂട്ടം വരുന്ന ഒരു സ്ഥലമാണ്. അത് ഉത്സവങ്ങൾ നടക്കുമ്പോൾ വളരെ ആൾക്കൂട്ടം എത്തിപ്പെടാറുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്നലെ ഈ തെയ്യം കാണാനെത്തിയവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. തുടർന്ന് ഈ തെയ്യത്തിനും ഇതുപോലെ മർദ്ദനമേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് എന്നാൽ അവിടെ തെയ്യക്കോലം കെട്ടി ആടുകയായിരുന്നു. അതിനിടയിലാണ് ഈ കാണാൻ എത്തിയവർ തമ്മിൽ, അതായത് അവിടെ വളണ്ടിയേഴ്സ് അവിടെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അതായത് ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ ഇത്തരം തെയ്യങ്ങൾ കാണുന്നതിന് വേണ്ടി അവിടെ ആഘോഷ കമ്മിറ്റി വളണ്ടിയേഴ്സിനെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പം അവരും ഇതുപോലെ ഈ ആരാധന കാണാൻ എത്തിയവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ അതിനിടയിൽ ഈ തെയ്യത്തിന് മർദ്ദനമേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഏതായാലും ഇതിലൊരു രാഷ്ട്രീയമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കേസും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ്. അതായത് രണ്ടുപേരും, അതായത് മർദ്ദിച്ചവരും മർദ്ദനമേറ്റവരും അങ്ങനെ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കേസും അതുമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല. അവർ മദ്യപിച്ചെത്തിയവരാണ് ഇത്തരം ഈ സംഘർഷം ഉണ്ടാക്കിയത് എന്നുള്ള ഏറെ ഖേദകരമായ ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആരാധന പല ജനങ്ങൾ, അത് ഭക്തജനങ്ങൾ. സുമേഷ്, ഈ കണ്ണൂരിലെ തെയ്യത്തിനിടെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഇപ്പോൾ നിത്യസംഭവമാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുമേഷ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഒരു തെയ്യം അത് കണ്ടു നിന്നിരുന്ന ഒരാളെ അടിച്ച് നിലത്തിടുന്നൊരു ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇത് പതിവായി ഇതുപോലുള്ള സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുള്ളതാണോ? തീർച്ചയായും ടോം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല ക്ഷേത്രങ്ങളിലും ഇതൊരു പകപോക്കലിന്റെയും വിദ്വേഷത്തിന്റെയും ഇടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ എത്തിയവർ തമ്മിലുള്ള ഒരു സംഘർഷമാണെങ്കിലും നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തെയ്യം കിട്ടിയ ആൾ ഈ കാണാനെത്തിയ, അത് ജനത്തെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തകൾ ഇടം നേടിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ ക്ഷേത്രങ്ങളാണ് ഇത്തരം ഒരു ഇടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ ജനങ്ങളും, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ എത്തുക, അവരെ ആരാധനാലയങ്ങൾ എത്തുന്നു, അവരെ ആരാധിക്കപ്പെടുന്ന മൂർത്തിയെ തൊഴാനെത്തുന്നു. അവിടെ വളരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എത്തിപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ ഇത്തരം മദ്യപിച്ചെത്തുന്ന സംഘങ്ങൾ അവിടെ ഒത്തുചേരുന്നു. അത്തരം നേരത്തെ ഉണ്ടായ പകപോക്കലുകൾ അവിടെ അതിനു വേണ്ടിയുള്ള ഒരു പകപോക്കൽ ഇടങ്ങളാക്കി ഇത്തരം ആരാധനകൾ മാറ്റുന്നു എന്നുള്ള ഏറെ പ്രയാസകരമായ ഒരു സംഭവം തന്നെയാണ് ഈ പല കാലങ്ങളായി ഇപ്പൊ കണ്ണൂർ ഉൾപ്പെടെ കാസർഗോഡ് ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല സംഭവങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആളുകളെ, അതായത് യഥാർത്ഥ ഭക്തജനങ്ങൾക്കാണ് ഇത്തരം സംഭവങ്ങൾ ഏറെ പ്രയാസം ഉണ്ടാക്കുന്നത് എന്നുള്ള വളരെ ഖേദകരമായ ഒരു സംഭവമാണ് നമുക്ക് ഇന്നലെ വൈകിട്ട് കൂത്തുപറമ്പ് മൊകേരിയിലുണ്ടായ ഒരു സംഭവം എന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അക്രമ സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുമോ, അതോ ആ ഒരു ചെറിയ സാധാരണഗതിയിൽ ഇതുപോലുള്ള ക്ഷേത്രോത്സവത്തിനിടെയും തെയ്യത്തിനിടെയും ഉണ്ടാകുന്ന കൂട്ടത്തല്ല് അത് പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാറുണ്ട്, അങ്ങനെ ആയിരിക്കുമോ നടപടി ഉണ്ടാകുമോ, അതോ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുക്കുമോ?
ടോം, ഏതായാലും ഈ വിഷയത്തിൽ ഇതൊരു പ്രശ്ന പരിഹാരം അന്ന് ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ തന്നെ പരസ്പരം ധാരണയോടുകൂടി തന്നെയാണ് പിന്നീട് പിരിഞ്ഞത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കേസുകളോ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് കടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവരും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മർദ്ദനം ഏറ്റവരും അല്ല മർദ്ദിച്ചവരും ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ളവരല്ല. ഏതായാലും അതൊരു പരസ്പരം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഏതായാലും അത് അവരൊക്കെ ബോധ്യപ്പെടുകയും ഇത്തരം ക്ഷേത്രങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഇത്തരം സംഭവങ്ങൾ പ്രയാസം ഉണ്ടാക്കി എന്നുള്ള അവർക്ക് ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അതുകൊണ്ട് തന്നെ ഒരു സ്വമേധയാ കേസുമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തുടർന്നും അവിടെ ഈ തെയ്യങ്ങൾ കെട്ടിയാടുകയും പരസ്പരം ധാരണയോടുകൂടി എല്ലാവരും അവിടെ കാണുന്ന രീതിയിൽ, അതായത് ഭക്തജനങ്ങൾ മൊത്തം അതിനുശേഷം അവിടെ തമ്പടിച്ച് അല്ലെങ്കിൽ അവിടെ എല്ലാവരും കാണുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ സംഘാടകരും ഈ പറയുന്ന പോലെ തന്നെ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇപ്പം സുമേഷ് മോറായാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.